ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായമാണ് നമ്മൾ പഠിച്ച് പൂർത്തിയാക്കിയത്. പുതിയ അധ്യായം 10-ാം അധ്യായമാണ്. നല്ലിടയനായ കർത്താവിനെ യോഹന്നാൻ അവതരിപ്പിക്കുന്ന മനോഹരമായ വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ഈ എപ്പിസോഡിൽ നമ്മൾ കടക്കുകയാണ്. യോഹന്നാൻ്റെ 10-ാം അധ്യായത്തിന് 42 വാക്യങ്ങളാണുള്ളത്. യേശു കർത്താവിനെ നല്ലിടയനായി അവതരിപ്പിക്കുന്ന യോഹന്നാൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു പുതിയ നിയമ ആഖ്യാന ശൈലിയാണ് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകതയായി നാം മനസ്സിലാക്കുക. പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ അഥവാ 4-ാം സുവിശേഷം നല്ലിടയനായി യേശു കർത്താവിനെ അവതരിപ്പിക്കുന്നത് എന്ന് സഹോദരങ്ങളെ ഈ വചനവ്യാഖ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഈ അധ്യായത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലവാചകം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. യോഹന്നാൻ 10-ാം അധ്യായം 1 മുതൽ 42 വരെയുള്ള വചനങ്ങളെ ഈശോയെ മിശിഹായായി അവതരിപ്പിക്കുന്ന 4-ാം സുവിശേഷകൻ്റെ പ്രത്യേകമായ ആഖ്യാന ശൈലി ആട്ടിടയനായ കർത്താവിനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രതിഷ്ഠാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അധ്യായം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ആരംഭത്തിൽ തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അത് യോഹന്നാൻ്റെ ആഖ്യാന ശൈലിയുടെ മറ്റൊരു പ്രത്യേകതയാണെന്ന് കഴിഞ്ഞ അധ്യായങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു തിരുനാളിനോടനുബന്ധിച്ചാണ് കർത്താവ് തൻ്റെ അടയാളങ്ങൾ അഥവാ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതെന്നും ഏതെങ്കിലും ഒരു തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളിലൂടെയാണ് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ 4-ാം സുവിശേഷകൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്നതും ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയും ഈശോയെ മിശിഹായായി അവതരിപ്പിക്കുന്ന നല്ലിടയനെക്കുറിച്ചുള്ള പരാമർശം നടത്തപ്പെടുന്നത് ഈശോ നല്ലിടയനാണ് എന്ന് പറയുന്നത് പ്രതിഷ്ഠാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നത് ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ വിപ്രവാസ കാലത്ത് ജെറുസലേം ദേവാലയം വിജാതീയരുടെ അധീനതയിലായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പഴയ നിയമ ഗ്രന്ഥങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. വിപ്രവാസത്തിൻ്റെ കാലത്ത് എന്ന് പറയുമ്പോൾ അടിമത്വത്തിൻ്റെ കാലത്തെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിവക്ഷിക്കാം. സ്വദേശത്തല്ലാതെ മറ്റൊരു ദേശത്ത് ജീവിക്കേണ്ടി വരുന്ന ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിപ്രവാസത്തിൻ്റെ കാലഘട്ടം ജെറുസലേം ദേവാലയം വിജാതീയരുടെ അധീനതയിലായിപ്പോയതിനെക്കുറിച്ചൊക്കെയുള്ള വ്യാഖ്യാനങ്ങളും വചനഭാഗങ്ങളും ചരിത്രവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ആ സമയത്ത് അസീറിയാക്കാർ അവരുടെ ദേവന്മാരെ പ്രതിഷ്ഠിച്ച് അശുദ്ധമാക്കി ജെറുസലേം ദേവാലയത്തെ യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാലയമാണ് ജെറുസലേം ദേവാലയമെന്ന് നമുക്കറിയാമല്ലോ. ആ ദേവാലയത്തെ വിപ്രവാസത്തിനായി ഇസ്രായേൽ ജനങ്ങൾ പലായനം ചെയ്യപ്പെട്ട കാലത്ത് അസീറിയാക്കാർ ആധിപത്യം സ്ഥാപിക്കുകയും അസീറിയ എന്ന് വിളിക്കപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ ദേവന്മാരെ പ്രതിഷ്ഠിച്ച് ജെറുസലേം ദേവാലയത്തെ ഏക ദൈവ വിശ്വാസികളായ ഇസ്രായേൽ ജനങ്ങളുടെ യഹൂദന്മാരുടെ ദേവാലയത്തെ അസീറിയാക്കാർ അശുദ്ധമാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. അത് സംഭവിക്കുന്നത് BC 164 യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ ജെറുസലേം ദേവാലയം അശുദ്ധമാക്കപ്പെട്ടു പോയതിനെ പുനരുദ്ധരിക്കാനും പുനഃപ്രതിഷ്ഠിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുകയുണ്ടായി.
മക്കബായക്കാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 59-ാം വാക്യത്തിൽ അപ്രകാരം ഒരു വചനം പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ബൈബിൾ കരുതിയിട്ടുള്ളവർ ബൈബിൾ ഒന്ന് കൈകളിലെടുത്ത് ബൈബിളിൽ നിന്നും മക്കബായരുടെ 1-ാം പുസ്തകം ഒന്ന് എടുക്കാനായി ശ്രമിക്കുക. മക്കബായരുടെ 1-ാം പുസ്തകത്തിൽ എത്ര മനോഹരമായിട്ടാണ് 4-ാം അധ്യായത്തിൻ്റെ 59-ാം തിരുവചനത്തിൽ ഇപ്രകാരം ഒരു വചനം എഴുതിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ദേവാലയത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെടുന്ന യൂദാസ് മക്കബേയൂസ് എന്നു പേരുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ മനുഷ്യൻ എപ്രകാരമാണ് ഈ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വ്യാഖ്യാനവും വിവരണവും നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മക്കബായക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട 1-ാം പുസ്തകത്തിൽ നമ്മൾ കാണുന്ന വചനമാണത്. 4-ാം അധ്യായം 59-ാമത്തെ തിരുവചനത്തിലാണ് ആ വചനം നാം വായിക്കുക. ഞാൻ നിങ്ങൾക്കായി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധിക്കുക. ആണ്ടുതോറും കിസ്ലേവ് മാസത്തിൻ്റെ 25-ാം ദിവസം മുതൽ 8 ദിവസത്തേക്ക് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ ബലിപീഠ പ്രതിഷ്ഠയുടെ ഓർമ്മ ആചരിക്കണമെന്ന് യൂദാസും സഹോദരന്മാരും ഇസ്രയേൽ സമൂഹവും കൂടെ തീരുമാനിച്ചു. ഇവിടെ യൂദാസ് എന്ന് പറയപ്പെടുന്ന യൂദാസ് മക്കബേയൂസ് എന്നു പേരുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ, ജെറുസലേം ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി നിയമിതനായപ്പെട്ട മനുഷ്യൻ, പറയപ്പെടുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിക്കുന്നത്. വചനം ഇപ്രകാരം പറയുകയാണ്: ആഹ്ലാദത്തോടും ആനന്ദത്തോടും കൂടെ ബലിപീഠ പ്രതിഷ്ഠയുടെ ഓർമ്മ ആചരിക്കണമെന്ന് അവൻ അവരെ ഓർമ്മപ്പെടുത്തി. ബലിപീഠ പ്രതിഷ്ഠയെക്കുറിച്ച് കൃത്യമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അസീറിയാക്കാർ അശുദ്ധമാക്കിയ ദൈവത്തിൻ്റെ ആലയമായ ജെറുസലേം ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് മക്കബായക്കാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 59-ാം തിരുവചനം കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇത്തരുണത്തിൽ പ്രസ്താവ്യമാണ്. അതുകൊണ്ട് തന്നെയും ഈ പുനഃപ്രതിഷ്ഠയുടെ ഓർമ്മ ആചരണമാണ് അഥവാ അനുസ്മരണമാണ് പ്രതിഷ്ഠാ തിരുനാളിൽ നടക്കുന്നത് എന്നതും നമുക്ക് മനസ്സിൽ വെക്കാം. പ്രതിഷ്ഠാ തിരുനാളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈശോയെ മിശിഹായായി, നല്ലിടയനായി യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അസീറിയാക്കാർ ജെറുസലേം ദേവാലയം അവരുടെ ദേവന്മാരെ പ്രതിഷ്ഠിച്ച് അശുദ്ധമാക്കിയതിനെ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആചരണത്തിൻ്റെ ഭാഗമാണ് എന്ന് ബാക്ക്ഗ്രൗണ്ടായി നാം എല്ലാവരും തിരിച്ചറിയുക. ഈ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ തൻ്റെ ദൈവപുത്രത്വവും മെസ്സിയാനികതയും വീണ്ടും നമുക്കായി വെളിപ്പെടുത്തി തരുന്നുണ്ട്. 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, യേശു കർത്താവിൻ്റെ ദൈവപുത്രത്വം. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്, ദ സൺ ഓഫ് ഗോഡ് എന്നുള്ള വിവക്ഷ ദൈവപുത്രനായ കർത്താവിനെ യോഹന്നാൻ സുവിശേഷകൻ തന്നെയും മുൻ അധ്യായങ്ങളിൽ കൃത്യമായി നമുക്ക് വേണ്ടി എഴുതി വച്ചിട്ടുണ്ട്. ആ വചനങ്ങൾ നമ്മൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തവയാണ്. അതിൻ്റെ 2-ാം ഭാഗമാണ് ഈശോയെ മിശിഹായായി മെസ്സിയാനികതയോടുകൂടി അവതരിപ്പിക്കുന്നു എന്നുള്ളത്. ഈശോ മിശിഹായാണ്, രക്ഷിക്കുന്നവനാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എന്ന് നാം ഓർത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന മിശിഹ അഭിഷിക്തൻ താൻ തന്നെയാണ് എന്ന് യഹൂദന്മാരുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ് യോഹന്നാൻ സുവിശേഷകൻ 10-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ വചനഭാഗം നമുക്കൊന്ന് കേൾക്കാം. യോഹന്നാൻ 10-ാം അധ്യായം 24-25 വാക്യങ്ങൾ ബൈബിൾ കരുതിയിട്ടുള്ളവർ എന്നോടൊപ്പം വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്നിഗ്ധ അവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. എന്താണ് ഇവിടെ ഈശോയോടുള്ള ചോദ്യവും ഈശോ കൊടുക്കുന്ന ഉത്തരവും? സഹോദരങ്ങളെ, മനസ്സിലാക്കുക,
ഈശോയാണ് യഥാർത്ഥത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവൻ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പഴയ നിയമത്തിലെ മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 59-ാം വാക്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് യോഹന്നാൻ സുവിശേഷകൻ 10-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിലൂടെ നമ്മെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം അയച്ച അഭിഷിക്തനായ ദൈവപുത്രൻ താൻ തന്നെയാണ് എന്ന് അസന്നിഗ്ധമായി കർത്താവ് പ്രസ്താവിക്കുന്ന വാക്യമാണിത്. അതുകൊണ്ടാണ് അവർ വന്നിട്ട് ഈശോയോട് ചോദിക്കുന്നത്, നീ ഞങ്ങളെ എത്ര നാളിങ്ങനെ സന്നിഗ്ധ അവസ്ഥയിൽ നിർത്തും? എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടാതെ സംശയിക്കുന്നവരായി ഞങ്ങൾ എത്ര നാൾ നിൽക്കണം? അപ്പോൾ ഈശോ പറയാണ്, നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? ഞാൻ ഇതിനോടകം തന്നെ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഈശോ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു എങ്കിലും അത് കൃത്യമായി തിരിച്ചറിയാൻ ഈ ലോകത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഈ ലോകത്തിൻ്റെ വലിയൊരു പരാജയമായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും ഈശോയാണ് യഥാർത്ഥത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവനെന്നും അഭിഷേകം ചെയ്യപ്പെട്ടവനെന്നും അയക്കപ്പെട്ടവനുമെന്നുമുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമതായി, ഈശോ പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ഈശോയാണ് പ്രതിഷ്ഠ, ഈശോയാണ് ദേവാലയം. ഈ ദേവാലയമാകുന്ന ഈശോയിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളുമാകുന്ന ദേവാലയങ്ങൾ. മാമോദീസ വഴിയായി കത്തോലിക്ക തിരുസഭയിലെ പ്രവേശക കൂദാശയിലൂടെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആലയമായി പണിയപ്പെട്ടിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ മനോഹരമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്നുള്ളതാണ് അവിടെ ചോദ്യം. അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളുമൊക്കെ ഈശോയെ പോലെ ദൈവ തിരുമുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. രണ്ടാമത്തേത്, അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ഈശോ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് അഭിഷേകം ചെയ്യപ്പെട്ടത് ദൈവത്തിൻ്റെ പുത്രനാകുന്നതിലൂടെയാണ് എന്നും പരിശുദ്ധാത്മാവിലൂടെയുള്ള ഈ അഭിഷേകം യേശു കർത്താവിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ മാമോദീസായിലൂടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും, അതിനാൽ നമ്മളൊക്കെ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ ഒരു പൗരോഹിത്യ മേധാവിത്വത്തിൻ്റെയൊക്കെ കാരണം കൊണ്ടാകാം മധ്യ ദശകം മുതൽ പുരോഹിതന്മാരെയാണ് അഭിഷേകം ചെയ്യപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. 2 തരത്തിലുള്ള പൗരോഹിത്യമുണ്ട്. ദ കോമൺ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ദ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ മാമോദീസായിലൂടെ എല്ലാ ക്രൈസ്തവ കത്തോലിക്കരും കർത്താവിൻ്റെ അഭിഷിക്തരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദേവാലയങ്ങളായി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. അതാണ് കോമൺ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുക. ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നീ മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൽ അംഗമാണെങ്കിൽ പ്രിയ കുഞ്ഞെ ഓർക്കുക, നീയും അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. മൂറോൻ തൈലം കൊണ്ട് എന്ന് പറഞ്ഞാൽ സൈത്ത് കൊണ്ട് അഭിഷേകം ചെയ്ത്, ദ അനോയിൻറ്റിങ് ഓയിൽ എന്ന് വിളിക്കും. അപ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ട തൈലം കൊണ്ട് മാമോദീസായിലൂടെ നിന്റെ നെറ്റിയിലും നിന്റെ നെഞ്ചത്തും കുരിശടയാളം വരച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ക്രിസ്തുവിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. ഇതാണ് മാമോദീസായിലൂടെ സംഭവിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയും ദ കോമൺ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന പൊതുവായ പൗരോഹിത്യത്തിൽ പങ്കാളികളാകുന്നവരാണ് മാമോദീസ സ്വീകരിച്ച എല്ലാ കത്തോലിക്ക വിശ്വാസികളും. രണ്ടാമത്തേതാണ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് അഥവാ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് വിളിക്കപ്പെടുന്നത്. ദ സീക്രഡ് ഓർഡർ എന്ന സാക്രമെന്റ് കൂദാശയാകുന്ന പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് നയിക്കുന്ന തിരുപ്പട്ടം നൽകൽ എന്ന കർമ്മത്തിലൂടെ, തൈലാഭിഷേകത്തിലൂടെയാണ് ഒരു ഡീക്കനെ പുരോഹിതനായി മെത്രാൻ അഭിഷേകം ചെയ്യുന്നത്. അതുവഴിയായി അവൻ പ്രവേശിക്കുന്നത് ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്കാണ്. മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും അതിനെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ പുരോഹിതൻ എന്ന നിലയിൽ അവൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നവനാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഓരോരുത്തരും
ക്രിസ്തുവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരാണ് മാമുദീസ എന്ന പ്രവേശക കുദാശയിലൂടെ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ നാം എല്ലാവരും അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയുക. മൂന്നാമത്തേത്, അയക്കപ്പെട്ടവനാണ് ക്രിസ്തു. ദ മിഷണറി ഓഫ് ഗോഡ് ദ ഫാദർ എന്ന് പറയാം. ദൈവപിതാവിനാൽ അയക്കപ്പെട്ടവനെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ദൈവപിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ 20-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനത്തിൽ 21 മുതലുള്ള വാക്യങ്ങളുടെ തുടർച്ചയായി നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് ക്രിസ്തു. അവൻ അയക്കപ്പെട്ടവനാണ് എന്ന കാരണത്താൽ തന്നെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളായ ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിനാൽ പരിശുദ്ധാത്മ അഭിഷേകത്തോടുകൂടെ അയക്കപ്പെടുന്നവരാണ്. നാം ഓരോരുത്തരും മിഷണറിമാരാണ് എന്ന് തിരിച്ചറിയുക. ചിലപ്പോഴെങ്കിലുമൊക്കെ അച്ഛന്മാരെക്കുറിച്ച്, സിസ്റ്റേഴ്സിനെക്കുറിച്ച്, പ്രത്യേകിച്ച് സന്യാസ വൈദികരെക്കുറിച്ചൊക്കെ മിഷണറിമാരാണെന്ന് പറയാറുണ്ട്. നമ്മളെല്ലാവരും മിഷണറിമാരാണ്. നമ്മളൊക്കെ ക്രിസ്തുവിനാൽ അയക്കപ്പെടുന്നവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു ഇപ്രകാരം അഭിഷേകം ചെയ്ത് നമ്മളെ അയക്കുന്നതെന്നറിയാവോ? അവൻ്റെ സദ്വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകം മുഴുവനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് യേശു കർത്താവിൻ്റെ വരവ്, അവൻ്റെ ഈ ലോക ജീവിതം, അവൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും എന്ന് ഈ ലോകത്തോട് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ അയക്കപ്പെട്ടവനാണെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ അയക്കപ്പെടുന്നവരാണ് എന്ന് തിരിച്ചറിയുക. ഇപ്രകാരം 3 തരത്തിലാണ് യേശു കർത്താവിനെ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ മിശിഹ എന്ന് അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത്. പ്രതിഷ്ഠിക്കപ്പെട്ടവൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അയക്കപ്പെട്ടവൻ എന്നിങ്ങനെ 3 വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ. ഇവിടെ നമ്മുടെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ എപ്പിസോഡുകളിൽ 2-ാം അധ്യായം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവാലയ വിശുദ്ധീകരണത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. സുവിശേഷകനായ യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, അതായത് കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി കർത്താവ് ചെയ്ത അത്ഭുതത്തിന് ശേഷം അടയാളമെന്ന് യോഹന്നാൻ വിളിക്കുന്ന, വിശ്വസിക്കാൻ വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തിക്ക് ശേഷം ദേവാലയ വിശുദ്ധീകരണത്തോടുകൂടെയാണ് നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. സമാന്തര സുവിശേഷകന്മാർ ദേവാലയ വിശുദ്ധീകരണം പ്രതിപാദിക്കുന്നുണ്ട്, പക്ഷേ അത് സുവിശേഷങ്ങളുടെ അവസാന ഭാഗത്താണെങ്കിൽ യോഹന്നാൻ്റെ മാത്രം പ്രത്യേകതയാണ് സുവിശേഷങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ദേവാലയ വിശുദ്ധീകരണം നടത്തിക്കൊണ്ടാണ് യോഹന്നാൻ്റെ വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലി നമ്മൾ കാണുന്നത് എന്നും ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ജെറുസലേം ദേവാലയം കേന്ദ്രമാക്കി നടത്തിയിരുന്ന പഴയ നിയമ ആരാധനയുടെ സ്ഥാനത്ത് മിശിഹായിൽ കേന്ദ്രീകൃതമായ പുതിയ നിയമ ആരാധന കടന്നു വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. പഴയ നിയമത്തിൽ ജെറുസലേം ദേവാലയം കേന്ദ്രമാക്കിയുള്ള ആരാധനയായിരുന്നു നടന്നിരുന്നത് എങ്കിൽ, അതിനെക്കുറിച്ചാണല്ലോ സമറിയാക്കാരി സ്ത്രീയുമായി സംഭാഷിക്കുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായി തന്നെ അവളോട് പറയുന്നുണ്ട്, ഈ മലയിലോ ആ മലയിലോ അല്ല, ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു, അത് ആത്മാവിലും സത്യത്തിലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തതയോടുകൂടെ യേശു കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദേവാലയ കേന്ദ്രീകൃതമായ ഒരു ദൈവാരാധനയിൽ നിന്നും മിശിഹ കേന്ദ്രീകൃതമായ പുതിയ നിയമ ആരാധനയിലേക്ക് കർത്താവ് നമ്മളെ സാവധാനം നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു ഷിഫ്റ്റ് എന്ന് പറയുക. പഴയ നിയമത്തിൽ ദേവാലയം കേന്ദ്രീകൃതമായിരുന്നു മനുഷ്യൻ്റെ ദൈവ ആരാധന എന്ന് വിളിക്കപ്പെടുന്നത് എങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് മിശിഹായാണ് എന്ന കാരണത്താൽ ഒരു പുതിയ തരത്തിലുള്ള ദൈവാരാധനയിലേക്ക് നമ്മെ നയിക്കുന്നു യേശു കർത്താവ് ഈ വാക്യങ്ങളിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ മിശിഹായായി അവതരിപ്പിക്കുന്ന 10-ാം അധ്യായത്തിൻ്റെ വചനവ്യാഖ്യാനങ്ങളുടെ ആരംഭമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ ഈശോയെ നല്ല ഇടയനായി, ഇടയനും ആടുകളുമായി യേശു കർത്താവിനെയും സഭയെയും യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്ന 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയും 26 മുതൽ 29 വരെയുമുള്ള വചനഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഈ വചനഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. ബൈബിള് കൈകളിലെടുക്കുക, യോഹന്നാന്റെ സുവിശേഷം തുറന്ന് 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും അതിനുശേഷം 26, 27, 28, 29 വാക്യങ്ങളും നമുക്കിതോട് ചേർത്ത് വായിച്ച് മനസ്സിലാക്കാനായി ശ്രമിക്കാം. ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്കു കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേരു ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. തനിക്കുള്ളവയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതുകൊണ്ട് അവ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറയുന്നത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. നല്ല ഇടയൻ. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുവിൻ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്നവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി ചിന്തയില്ലാത്തവനായതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. വീണ്ടും എടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാൻ സ്വമേധയാ അത് സമർപ്പിക്കുകയാണ്. അത് അർപ്പിക്കാനും വീണ്ടും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. 26 മുതൽ വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്കവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവ എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവ എനിക്ക് നൽകി എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള ഭാഗവും 26 മുതൽ 29 വരെയുള്ള വചനങ്ങളുമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അവിടെ അസന്നിഗ്ധമായി യോഹന്നാൻ സുവിശേഷകൻ
യേശു കർത്താവിൻ്റെ തന്നെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന്. നല്ലിടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും, നല്ല ഇടയനും ആടുകളും എന്ന ടൈറ്റിലാണ് നമ്മൾ ഈ വചനഭാഗത്തിന് കൊടുത്തിരിക്കുന്നത്. ഇടയനെക്കുറിച്ചുള്ള പരാമർശം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ പ്രത്യേകമായി എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇടയനായ ദൈവത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. പുതിയ നിയമത്തിലും അതിന് സമാനമായി യോഹന്നാൻ സുവിശേഷകൻ ദൈവത്തെ ഇടയനായി അവതരിപ്പിക്കുന്നു. അത് ദൈവപുത്രനായ യേശു കർത്താവാണ് നല്ല ഇടയൻ എന്ന് യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. ഇസ്രായേലിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ ജനങ്ങളുടെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നവരെ ഇടയന്മാർ എന്ന് വിളിച്ചിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഇടയന്മാരായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കുമുള്ള പ്രത്യേകതയെക്കുറിച്ചാണ് സഹോദരങ്ങളെ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം ജോഷുവ ജനങ്ങളുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇടയൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് കൊടുത്തതായി സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾക്കനുസരിച്ച് ദൈവജനത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയന്മാരെ പഴയ നിയമത്തിലും തുടർന്ന് പുതിയ നിയമത്തിലും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇടയധർമ്മം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിത ചുറ്റുപാടുകളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, ഇടവകകളിൽ നമ്മളൊക്കെ ഇടയന്മാരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയാം. ഇടയ ദൗത്യത്തിൻ്റെ ഫലപ്രാപ്തിക്കും പൂർണ്ണതയ്ക്കും വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.